ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സജി വട്ടുകളത്തിൽ അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. ഫാദർ, അങ്ങേ കേൾക്കാമോ? കേൾക്കാം. അച്ഛാ, നോക്കൂ, ഭീകരമായ ഒരു ദുരന്തത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ നാടിന് പുരോഗതി വേണം, അഭിവൃദ്ധി വേണം, വലിയ വികസനങ്ങൾ വേണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അപ്പോഴും പഠനങ്ങൾ നടത്താതെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ പോറലേൽപ്പിച്ചുകൊണ്ട് അതിനെ വല്ലാത്ത രീതിയിൽ കീറി മുറിച്ചുകൊണ്ടുള്ള ഇതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രത്തോളം ദോഷകരമാണ് നമ്മുടെ സമൂഹത്തിന്? കള്ളാടി നമുക്ക് വളരെ പ്രത്യേകിച്ച് കേരള സമൂഹത്തിന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. അതായത് ഈ ഓരോ മൺസൂൺ കാലഘട്ടം വരുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ മഴക്കാലം എന്ന് വിളിക്കുന്ന ഈ കാലഘട്ടം വരുമ്പോഴും ഈ പ്രകൃതി പരിസ്ഥിതി നമ്മളുടെ സമൂഹത്തിന് ഓരോ പാഠങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഈ അടുത്തടുത്ത് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ വർഷം വയനാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് വയനാട്ടിൽ മാത്രമല്ല, ഇടുക്കിയിലല്ല, കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളത്. അപ്പൊ ഈ കള്ളാടി നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? അവിടെ കള്ളാടിയിൽ എന്താണ് കണക്കുകൂട്ടലുകൾ തെറ്റിയത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അത് കള്ളാടിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നു. വളരെ പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് പാലക്കാടും ഇതുപോലെ ഒരു തുരങ്കപാത നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അവിടെ ഇതുപോലെയുള്ള വലിയ ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പോ രണ്ട് സ്ഥലത്തെയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോ ഈ പാരിസ്ഥിതിക അനുമതിയെ സംബന്ധിച്ചിടത്തോളാണ് ഈ ദിവസങ്ങളിലൊക്കെ വളരെയേറെ ചർച്ച നടന്നത്. അതായത് കേന്ദ്ര പരിസ്ഥിതി അനുമതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ കൊങ്കൺ കമ്പനി നടപ്പാക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. അവിടെ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം വളരെ പ്രത്യേകമായിട്ട്, ഈ വൈബ്രേഷൻ ഇല്ലാത്ത രീതിയിൽ, അതായത് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ പാറ പൊട്ടിക്കാനാണ് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് കമ്പനിക്ക് ഈ തുരങ്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ആ രീതിയിലല്ല അവിടെ ഈ പാറ പൊട്ടിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നൊക്കെ ഉണ്ടായ ചർച്ചകൾ നമുക്കറിയാം. ഇന്നത്തെ ചർച്ച ഈ എടുത്തിട്ടിരുന്ന മണ്ണ് അത് ഈ മഴയിൽ കുത്തിയൊലിച്ചു വന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമുക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അതേപോലെ ഇന്നലെ കമ്പനി അധികൃതർ തന്നെ പറഞ്ഞു, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളല്ല ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം. 100-200 മീറ്റർ ദൂരെ നിന്ന് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു വന്നതും അത് ഈ പറയുന്ന നിർമ്മാണം നടക്കുന്ന പ്രദേശത്തേക്ക് വന്നതുമാണ് ഈ പ്രശ്നത്തിന് കാരണം, അല്ലാതെ നിർമ്മാണത്തിന്റെ പ്രവൃത്തി അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ശരിയല്ല എന്നുള്ളതാണ് സാധാരണ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇടപെടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം. നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളം വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നും ഈ വളരെ പരിസ്ഥിതി ദുർബലമായ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്നും, അതുകൊണ്ട് പ്രത്യേകിച്ച് പശ്ചിമഘട്ടം പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണങ്ങൾ, അവിടെ കൃഷി ചെയ്യുന്നതോ ഇല്ല മറ്റു കാര്യങ്ങളോ വീട് വയ്ക്കുന്നതോ പോലുള്ള കാര്യങ്ങളല്ല, വലിയ നിർമ്മാണങ്ങളും വലിയ വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കേരയിൽ പോലെയുള്ള പദ്ധതിയൊക്കെ വന്നപ്പോ ജനങ്ങൾ ഏറ്റവും കൂടുതൽ എതിർത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ പാരിസ്ഥിതിക സാഹചര്യം, കേരളത്തിന്റെ പരിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടുവേണം ഇത്തരം വികസനങ്ങളൊക്കെ നടക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഇപ്പോ അതുകൊണ്ട് ഈ പാറപൊട്ടിക്കൽ പോലെയുള്ള, അപ്പൊ ഇത് ഈ തുരങ്കപാത നിർമ്മിക്കുന്നതാണേലും ഈവൻ കോറികളിലാണേലും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗൗരവമായ ഒരു കാര്യം നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സാധ്യതാ പഠനം എന്ന് പറയുന്ന കാര്യം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ സാധ്യതാ പഠനത്തിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ ആ സാധ്യതാ പഠനം ഏതെങ്കിലും ഒക്കെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു പദ്ധതി നടപ്പാക്കാനും അത് നടപ്പാക്കുമ്പോൾ അത് രാഷ്ട്രീയ നേട്ടമായി കാണുന്നതിന്റെ ഭാഗമായിട്ട് ഈ സാധ്യതാ പഠനത്തിൽ എന്തെങ്കിലും വെള്ളം ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആദ്യമേ കൃത്യമായ രീതിയിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ ഇത്ര വലിയ രീതിയിലുള്ള ഒരു നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ പാറ പൊട്ടിക്കൽ പോലെയുള്ള കാര്യം ഉണ്ടാകുമ്പോൾ ഇതൊരു മല തുരന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങള്, ഭൂമിയിൽ ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ്, ആ ഫ്രാക്ചേഴ്സിനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് നേരത്തെ തന്നെ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. അതായത് ഇത്ര ടൺ പാറ ഈ മല തുരന്ന് എടുക്കുന്ന സമയത്ത് ഇതിന് എന്തുമാത്രം ഫ്രാക്ചറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോ ഉണ്ട്. അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഉണ്ട്, ഇല്ല ഇതുപോലെയുള്ള കമ്പനികളിലും ഉണ്ട്, ഇല്ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനായിട്ട് ഇതിന്റെ നടത്തിപ്പുകാർക്കോ ഇതുമായി ബന്ധപ്പെട്ടവർക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോ കേന്ദ്രം കൊടുത്തിരിക്കുന്ന പാരിസ്ഥിതിക അനുമതി അനുസരിച്ച് പ്രകമ്പനമില്ലാതെ പാറ പൊട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ
ഇവിടെ ഈ കമ്പനി നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ മൈനിങ് എന്ന് പറയുന്നത്, ഈ പാറപൊട്ടിക്കൽ പോലെയുള്ള കാര്യങ്ങൾ, ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ ഇത് നടക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശരി, ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മിക്കണം. അപ്പൊ ഒരു തുരങ്കപാത നിർമ്മിക്കുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് അവരുടെ ഗതാഗതം, സമയം, ഇല്ലെങ്കിൽ എനർജിയുടെ ഉപയോഗം, ഇതെല്ലാം വളരെ റെഡ്യൂസ് ചെയ്യുന്നതിന് വളരെ പ്രയോജനമാണ്. അപ്പൊ പ്രയോജനമായ ഒരു കാര്യമാണ് എങ്കിൽ പരിസ്ഥിതിക്ക് ആഘാതം വരുത്താതെ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ഇത് നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ. ഇപ്പോ നമുക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് നമുക്ക് ഈ കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ, ഇപ്പൊ എല്ലാത്തിനും വിദേശത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നല്ല പറയുന്നത്, ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത് വേറെ എവിടെയെങ്കിലും ഉള്ള കാര്യമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ മൂപ്പിനാട് പോലെയുള്ള പഞ്ചായത്തിൽ, ഇല്ലെ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടപ്പാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുക. അതായത് അവിടുത്തെ പാരിസ്ഥിതിക പ്രത്യേകത അനുസരിച്ച് അവിടെ ഒരു സാധ്യതാ പഠനം നടത്തി കൃത്യമായ ഒരു DPR പ്രിപ്പയർ ചെയ്ത് അവിടെ നമുക്ക് സെൻസറുകൾ സ്ഥാപിക്കാനായിട്ട് പറ്റും. ഇപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അതായത് ചെയ്യാത്തൊരു കാര്യമല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇല്ല ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം ഈ പറയുന്ന ഈ പ്രദേശത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു എയർലി വാർണിംഗ് സിസ്റ്റം അത് അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള വാർണിങ്ങുകളുടെ സപ്പോർട്ടോട് കൂടി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യം നമ്മളുടെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ തന്നെ സംസ്ഥാനത്തെ അച്ഛൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഒരു വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു പ്രകമ്പനം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും ജനങ്ങളെ അത് അറിയിക്കുകയും ചെയ്യുക എന്ന രീതിയിലേക്കുള്ള ഒരു സിസ്റ്റത്തിലേക്കാണോ അച്ഛൻ വരുന്നത്? അല്ല റോജി, അതിന്റെ അകത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ റെഡ് സോണുകളായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഓൾറെഡി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ റെഡ് സോണുകളായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റെഡ് സോണുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് വയനാട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുന്ന സമയത്ത് ആ പ്രദേശങ്ങൾ, അതായത് ഈ നിർമ്മാണം നടക്കുന്നതിന്റെ ഒരു നിശ്ചിത കിലോമീറ്റർ ചുറ്റളവുകളിൽ നമുക്ക് നേരത്തെ തന്നെ സെൻസറുകൾ സ്ഥാപിക്കാനായിട്ട് പറ്റും. അവിടെ പഠനം നടത്തി സെൻസറുകൾ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും. അപ്പോ അവിടുത്തെ മണ്ണിന്റെ അവിടുത്തെ ജലാംശവും മറ്റു കാര്യങ്ങളോ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവിടെ ഒരു മണ്ണൊലിപ്പോ മണ്ണിടിച്ചിലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ തരാനുള്ള ടെക്നോളജി ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ മൂന്നാറും ഈ മൂപ്പിനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ചെയ്തു വെക്കുമ്പോൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക്, ഫയർ സ്റ്റേഷനിലേക്ക്, പഞ്ചായത്തിലേക്ക് നമ്മൾ ആരെയൊക്കെയാണോ അതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇല്ലെ സമീപത്ത് താമസിക്കുന്ന ആളുകളിലേക്കൊക്കെ അത് എത്തുകയാണ്. നമ്മളിപ്പോ ഈ പറയുന്ന ഈ യെല്ലോ ജസ്റ്റ് ഇത് പറയുന്ന രീതിയിലേക്ക്, ഇല്ലെങ്കിൽ ഒരു റെഡ് വാർണിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക്, ഓറഞ്ച് വാർണിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിന്റെ അകത്തുനിന്നും നമുക്ക് ഈ വാർണിങ്ങുകൾ കിട്ടും. ആ വാർണിങ്ങുകൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറിയാൽ നമുക്ക് ഹ്യൂമൻ കാഷ്വാലിറ്റി എന്ന് പറയുന്ന കാര്യത്തെയൊക്കെ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേരളം വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയുമ്പോൾ, ഈ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിനും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു മനുഷ്യന്റെ പോലും ജീവൻ നഷ്ടപ്പെടാതെ അവിടെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. മണ്ണൊലിപ്പ് ഉണ്ടാകാതിരിക്കുമെന്നോ മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കുമോ എന്നൊന്നല്ല അല്ല ഇതിനർത്ഥം. ഈ ഉണ്ടാകാൻ പോകുന്ന മണ്ണിടിച്ചിലിനെയും മണ്ണൊലിപ്പിനെയും മുൻകൂട്ടി അറിയാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വികസനം എന്ന് വിളിക്കുന്ന, വികസന പ്രവർത്തനം എന്ന് വിളിക്കുന്ന, അതിപ്പോ റോഡിന്റെ സംവിധാനത്തിലാണെങ്കിലും, ഇപ്പൊ ഇന്നത്തെ വാർത്തകളിൽ കണ്ടിരുന്നു, അതായത് ഇടുക്കിയിലേക്ക് പോകുന്ന റോഡ്, അപ്പോ ആ റോഡിന്റെ വശങ്ങളിൽ വലിയ തോതിൽ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുപ്പ് നടത്തിയിരുന്നു. അവിടെയൊക്കെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അവിടെ കിട്ടിയിരിക്കുന്ന ഈ കോൺക്രീറ്റ് മതിലുകൾ കൊണ്ടൊന്നും അത് തടഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല എന്ന്. ഇവിടെയും നമുക്കറിയാം, കോൺക്രീറ്റിന്റെ ചെറിയ മതിലുകൾ കൊണ്ടൊന്നും ഇത്തരം മണ്ണൊലിപ്പ് തടഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല. അപ്പോ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പഠനം നടത്തുകയും പദ്ധതി പ്രദേശത്ത് ഇത്തരത്തിലുള്ള സെൻസറുകൾ സ്ഥാപിക്കുകയും ആ സെൻസറുകളിൽ നിന്ന് നിർണായകമായ സമയങ്ങളിൽ കിട്ടുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ മണ്ണിടിച്ചില് ഒരു മനുഷ്യജീവൻ പോലും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോ ഈ കള്ളാടി നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താന്ന് ചോദിച്ചാൽ, ഈ കള്ളാടിയിൽ കണക്കൂട്ടൽ പിഴച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ എൻറ്റയർ സിസ്റ്റത്തിന് തന്നെയാണ്. അതായത് എടുത്ത ഈ കമ്പനിക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പറഞ്ഞതുപോലെ ഈ പ്രകമ്പനമില്ലാതെ പാറ പൊട്ടിക്കേണ്ടിയിരുന്ന ഒരു സ്ഥലത്ത് പ്രകമ്പനങ്ങളോടുകൂടി പാറ പൊട്ടിക്കുന്ന സമയത്ത് ഈ പറയുന്ന സാധ്യതയ്ക്കെല്ലാം ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം റോജി. അതായത് ഇതിപ്പോ ഉണ്ടായ ഒരു കാര്യം, അത് വളരെ ഉണ്ടാകാൻ പാടില്ലാതിരുന്ന ഒരു കാര്യം. നമുക്കൊക്കെ ഈ കേരളത്തിൽ ഒരുപാട് കോറികൾ വരുന്നുണ്ട്. കോറികളൊക്കെ നല്ലതാണ്, ആവശ്യമുള്ള സ്ഥലത്ത് കോറികളൊക്കെ ഉണ്ടാവണം. പക്ഷേ അതിന് പരിസ്ഥിതി അനുമതി കൊടുക്കുമ്പോൾ അത് ഈ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഏരിയയിൽ നിന്നും മനുഷ്യ വാസമുള്ള സ്ഥലങ്ങളിൽ നിന്നും 50 മീറ്റർ ദൂരപരിധി ഉണ്ടായാൽ മതി. ഒരു സേഫ് സോൺ ആയിട്ട് വെച്ചിരിക്കുന്ന വെറും 50 മീറ്റർ മാത്രമാണ്. പക്ഷെ ഒരു കോറിയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാകുമ്പോൾ എത്ര ദൂരത്തേക്കാണ്, ഈവൻ കിലോമീറ്ററുകളോളമാണ് ഇതിന്റെ ഫ്രാക്ചർ സോണുകൾ സൃഷ്ടിക്കുന്നത്. അതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കോറികൾക്കൊക്കെ അനുമതി കൊടുക്കുന്നത് അഴിമതി നടത്താൻ വേണ്ടിയാണോ എന്ന് പോലും പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയാണ് ലോറികൾക്കുള്ള അനുമതി നൽകുന്നത്. യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ഒന്നും നോക്കാതെ, നിയമങ്ങൾ നോക്കാതെയൊക്കെ കോറികൾക്ക് അനുമതി നൽകുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ സംസ്ഥാനത്ത്, അതായത് കുറച്ച് വർഷം മുമ്പാണ് ഇത് ഉണ്ടായത്. 250 മീറ്റർ ദൂരപരിധി എന്ന് പറയുന്നത് അത് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നും ദൂരപരിധി 500 മീറ്റർ ആക്കി മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിലാണ് അന്നത്തെ സംസ്ഥാന സർക്കാർ ഈ ദൂരപരിധി എന്ന് പറയുന്നത്, അതായത് സേഫ് ആയിട്ടുള്ള ദൂരപരിധി എന്ന് പറയുന്നത് 50 മീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ഒരു ഓൾറെഡി നിയമം തന്നെ കൊണ്ടുവന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഈ പറയുന്ന പരിസ്ഥിതി ദുർബലമായ കേരളത്തിൽ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ നടത്തുന്നതിന് എന്തുമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനുകളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാങ്കേതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കേരളത്തിൽ ഞാൻ അറിയുന്ന ഈ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഇക്വേറ്റർ ജിയോ എന്ന് പറഞ്ഞ. ഞാൻ ഈ പറഞ്ഞ മൂന്നാറിലും ഈ മൂപ്പിനാടൊക്കെ അവരാണ് ഈ പരിസ്ഥിതി ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് ഈ സെൻസറുകൾ സ്ഥാപിക്കുകയും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ മണ്ണൊലിപ്പിനോ ഒക്കെ സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആ പ്രദേശവാസികൾക്ക്, അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക്, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തെ തന്നെ കൊണ്ടുവന്ന് ഇന്നത്തെ ചർച്ച എന്താ, ഈ കള്ളാടിയിലെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആളുകൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നത് അവിടെ കൂട്ടിയിട്ട മണ്ണ് ഒലിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ സാധാരണ പരിസ്ഥിതി ആളുകളോ പരിസ്ഥിതി സംഘടനകളോ പറയുന്നതുകൊണ്ട് ഇനിമേൽ എല്ലാ നിർമ്മാണവും നിർത്തണം എന്നൊന്നും അല്ല ഞങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്നത്. സേഫ് ആയിട്ടുള്ള രീതിയിൽ അത്തരം കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഒരു തീരുമാനവും അതിന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാകണം എന്നിങ്ങനെ പറയുകയാണ്. നമ്മളുടെ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ജിയോളജിസ്റ്റ് ആയിട്ടുള്ള, ഞാൻ കരുതുന്നു അദ്ദേഹം അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പുള്ളിയുമായി ബന്ധപ്പെട്ട് 1-2 പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ സജിൻ കുമാർ അദ്ദേഹം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇത്തരം മേഖലകളിൽ, എനിക്ക് തോന്നുന്ന കള്ളാടിയിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇത്തരം മേഖലകളിൽ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഏത് രീതിയിലാണ് മോണിറ്റർ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ആ സോൺ സേഫ് ആക്കി വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പഠനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മളുടെ കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള എക്സ്പേർട്ടുകളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിൽ റോഡിന്റെ വികസനം വേണം, റെയിലിന്റെ വികസനം വേണം, തുരങ്കപാതകൾ നമുക്ക് വേണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള, കാരണം ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസം തീവ്രമഴയും അതിതീവ്ര മഴയും, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ കുറെ കാലം മുമ്പ് പുസ്തകങ്ങളിൽ വായിക്കുകയോ ഇല്ലെങ്കിൽ ഇനി പിന്നീട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാധ്യതയായിട്ട് സംസാരിച്ചിരുന്നിടത്തുനിന്ന് മാറി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇന്നൊരു റിയാലിറ്റി ആയി മാറിയിരിക്കുക, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരിക്കുക. ഇപ്പൊ യൂറോപ്പിലൊക്കെ നമ്മൾ 43 ഡിഗ്രി 44 ഡിഗ്രി അവിടെ ഇത്ര അത്യുഷ്ണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെയാണ് അവിടെ 3000-4000 പേരൊക്കെ ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് മരണപ്പെടാനായിട്ട് കാരണമായിട്ട് മാറുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് എല്ലാ മേഖലകളിലും ബാധിക്കുക, എല്ലാ സ്ഥലങ്ങളിലും ബാധിക്കുക. ഇനി മഴയെന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വളരെ ചെറിയ മഴയോ ചാറ്റമഴയോ പോലെയൊന്നും അല്ല. അതിതീവ്ര മഴകൾ വരിക, വേണ്ടി വന്നാൽ നമ്മൾ മേഘസ്ഫോടനം എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള മഴകൾ നമ്മുടെ കേരളത്തിൽ വരിക. അപ്പോൾ അവിടെയും ഈ മലയോരത്തും മറ്റ് സംവിധാനങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം അയ്യോ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തില്ലല്ലോ, അവിടെ വളരെ അവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു, അവിടെ സന്ദർശനം നടത്തുന്നു, ഈ പറഞ്ഞ കാര്യത്തിനേക്കാളൊക്കെ അപ്പുറത്ത്
ദുരന്തം ഉണ്ടാകാതെ നോക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം, ഇച്ഛാശക്തി ഉണ്ടാകണമെന്നാണ് വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിനോട് പറയാനുള്ളത്. കാരണം മുഖ്യമന്ത്രിക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു നല്ല ചിന്തയുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇത് പറയുന്നത്. ഇപ്പോ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തണം. ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോകരുത്. എന്നാൽ ഈ മനുഷ്യജീവന് അതിനേക്കാൾ അപ്പുറത്ത് വിലയുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം എന്നാണ് എനിക്ക് പറയാൻ. ഓക്കെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കൊങ്കൺ കമ്പനിയുടെ അധികാരികൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു സ്വാഭാവികമായ ലാൻഡ് സ്ലൈഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന ഒരു സ്വാഭാവികമല്ല എന്നുള്ളതിലേക്ക് തന്നെ നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുമോ? റോജി, ഇത് സ്വാഭാവികമായ ഒരു ലാൻഡ് സ്ലൈഡ് അല്ല. അവിടെ നമ്മളൊരു നിർമ്മാണ പ്രവർത്തനം നടന്നു, അതും വളരെ വിപുലമായ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ആ ഒരു എക്കോസിസ്റ്റത്തെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒരു തരത്തിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു. അവിടുത്തെ മണ്ണിന്റെ ഘടന, മറ്റു കാര്യങ്ങൾ, അവിടുത്തെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, അവിടുത്തെ ലാൻഡ് സ്ലൈഡ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു ഏത് രീതിയിലാണെന്ന്. അവിടുത്തെ സ്ലോപ്പുകളെ കുറിച്ച് നമ്മൾ പഠിക്കണമായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ഗവൺമെന്റ് തന്നെ കേരളത്തില് ഈ ESS, എക്കോളജിക്കലി സെൻസിറ്റീവ് സ്ലോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു വലിയ നിർമ്മാണം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നം, അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ DPR-ൽ, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഇല്ലാതെ എന്തായാലും ഇത്തരം പരിപാടികൾ വരില്ല. ആ DPR-ന്റെ അകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഈവൻ സാധ്യതാ പഠനത്തിൽ തന്നെ, ഫീസിബിലിറ്റി സ്റ്റഡിയിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, പലരോട് സംസാരിച്ചിരുന്നതനുസരിച്ച്, ഈ പെർമിഷനിലും കാര്യങ്ങളിലും ഫീസിബിലിറ്റി സ്റ്റഡിയിലും ഒക്കെ ഒരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ കമ്പനി നിർമ്മാണം നടത്തിയപ്പോൾ കമ്പനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിർമ്മാണം നടത്തി എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ആ പ്രദേശത്ത് ഈ ഫ്രാക്ചർ സോണുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ആ സോണുകളിലൂടെ ഈ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഈ ഇപ്പോഴത്തെ ഒരു മഴ ഉണ്ടാകുമ്പോൾ ആ മഴയിൽ ഉണ്ടാകുന്ന വെള്ളമൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവും. അവിടുത്തെ മണ്ണിന്റെ ഈ ഒരു സ്റ്റെബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി ആ മണ്ണിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ മണ്ണിലേക്ക് വെള്ളം വന്നപ്പോ അത് ഒരു മണ്ണൊലിപ്പായിട്ട് സ്വാഭാവികമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഒരു 200 മീറ്റർ ഇപ്പറയാണ് ഈ നിർമ്മാണം നടത്തിയത്, 200 മീറ്റർ അപ്പറയാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു വളരെ സാധാരണമായ രീതി അദ്ദേഹം ആ പറഞ്ഞ വ്യക്തികളും അതിന്റെ എഞ്ചിനീയേഴ്സ് ആണ് പറഞ്ഞത്. അവരും ഇതിനെക്കുറിച്ച് വെൽ അവെയർ ആണ്. 200 മീറ്റർ എന്ന് മാത്രമല്ല, ഈവൻ 2 കിലോമീറ്റർ അപ്പുറം വരെയും വേണ ലാൻഡ് സ്ലൈഡിന് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ കാരണമാകാം. അതാ ഞാൻ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ പ്രദേശം ഒരു സേഫ് ആക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുക. ഞാൻ പറഞ്ഞു, ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ അക്രഡിറ്റഡ് ഏജൻസിയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഇക്വേറ്റർ ജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. ആ ഇക്വേറ്റർ ജിയോ ഈ പറയുന്ന കാര്യങ്ങൾ കുറെ കാലമായിട്ട് നമ്മൾക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് അത്ര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാന ദുരന്ത ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇക്വേറ്റർ ജിയോ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും അവർ ഇത് ഫലപ്രദമായി അറിയാനുള്ള സെൻസറുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. റോജി, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അവര് ഈ കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് വെളിയിലും ഈവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ നോർത്ത് ഈസ്റ്റ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ തരം പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഈ പറയണത്, ഇനിയും ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള സംവിധാനങ്ങളുടെ സംരക്ഷണത്തോടു കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യജീവൻ പോലും നഷ്ടപ്പെടാതെ അപ്പോ അതുകൊണ്ട് നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുമ്പോഴേ, നമ്മൾ ഈ പാടത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാടങ്ങൾ ഉണ്ടാവുന്നു, പാടങ്ങൾ നിരവധിയാണ്, സ്ഥിരമായി തോറ്റു പോകുന്നു. അതെ, ഈ പറയുന്ന ഈ പരിസ്ഥിതിയുടെ പരീക്ഷയിൽ നമ്മൾ സ്ഥിരമായിട്ട് തോറ്റു പോകുന്നു, നിരവധി പാഠങ്ങൾ ഉണ്ടാവുന്നു. എന്നാ ഒന്ന് ട്യൂഷനെങ്കിലും പോകണ്ടേ നമ്മള്, ഏറ്റവും കുറഞ്ഞത്. അപ്പോ ഈ എക്സ്പെർട്ടുകളുടെ അടുത്തേക്കെങ്കിലും വായിച്ചു നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം നമുക്ക് ഈ ജസ്റ്റ് പുതിയതായി വന്നിരിക്കുന്ന ഗവൺമെന്റിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള വിചാരവും ചിന്തയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോ ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഏത് നിർമ്മാണ പ്രവർത്തനവും എവിടെ വേണേലും നടത്താം. പക്ഷെ കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടാകണം. ആ പഠനം അനുസരിച്ചാണ് ഈ പ്രവൃത്തി നടക്കുന്നതെന്നുള്ള മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഈ പറയുന്ന പ്രദേശത്തെ എൻ്റയർ ഏരിയയെ, അത് ഈ പറയുന്ന രീതിയിൽ 100 മീറ്ററോ 200 മീറ്ററോ 300 മീറ്ററോ അല്ല, എൻ്റയർ ഏരിയയെ സുരക്ഷിതമാക്കാനായിട്ടുള്ള മോഡേൺ ടെക്നോളജിയുടെ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ആ സംവിധാനങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ
ഏത് രീതിയിലുള്ള വികസനത്തെയും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നടപ്പാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് എന്റെ ഉത്തമ വിശ്വാസം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുക, അല്ലാതെ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എവിടെയും കാണുന്നില്ല എന്നുള്ളത്. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടിട്ടും അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് പാഠങ്ങൾ കൺമുന്നിലുണ്ടായിട്ടും ആ പാഠങ്ങളൊന്നും വായിച്ചു നോക്കാനോ പഠിക്കുവാനോ നമ്മൾ മെനക്കെടുന്നില്ല എന്നുള്ളതും ഇതുപോലുള്ള ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു. റോജി, നമുക്ക് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എക്സ്പെർട്ടുകളെ അന്വേഷിച്ച് നമ്മൾ വെളിയിലേക്കൊന്നും പോകണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, സജിൻ കുമാറിനെ പോലെയുള്ള വ്യക്തികൾ, വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ, കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്. അതുപോലുള്ള നിരവധി ആളുകൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അത്തരം ആളുകളുടെ സേവനത്തെയും അവരുടെ എക്സ്പെർട്ട്നെസ്സിനെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഇനിയും ഇതുപോലെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, തീർച്ചയായും. ഫാദർ സജി വട്ടുകളത്തിൽ അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. അച്ഛാ, വളരെ നന്ദി കേട്ടോ. ഓക്കെ, താങ്ക് യു.